കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ശ്രീലകത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിലതാ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകം ഒരു ചെറിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു വെള്ളപ്പട്ടും ചുവപ്പ് പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഇടത് ഭാഗത്തേക്ക് ആ ചുവപ്പ് കരകൾ ഇങ്ങനെ കാണാം, വലതു ഭാഗത്തേക്ക് ആ വെള്ള കരകൾ ഇങ്ങനെ കാണാം. നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിട്ടുണ്ട്. ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുകയാണ്. വലത് കൈയിലാകട്ടെ കദളിപ്പഴവുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടി മാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഭക്തന്മാർക്ക് മുഴുവൻ മനസ്സിൽ ആഹ്ലാദത്തിൽ ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും കിട്ടണു. നമുക്കും ആ സുന്ദര രൂപം, ആ സച്ചിദാനന്ദ കട്ട പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ? എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. മനസ്സിൽ കാണൂ, പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് ആ ഇടത് സൈഡിലേക്ക് ആ ചുവപ്പ് കരയും വലത് സൈഡിലേക്ക് ആ വെള്ളക്കരയും ഇങ്ങനെ ശരിക്കും കാണാം. ഇടത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിന്ന് വലത് കൈയിൽ കദളിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും വിചാരിച്ചോളൂ, നല്ലപോലെ വിചാരിച്ചോളൂ. ഒന്ന് കണ്ണടച്ചാണ്ട് പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതങ്ങടെ കയറി വരുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കാൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഉറച്ച വിശ്വാസത്തോടു കൂടി നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ നാരായണ നാരായണ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണന് വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് വാരിക്കോരി തന്ന് നമുക്കൊരു മുത്തൊക്കെ തന്ന് നമ്മളെ കൂട്ടിപ്പിടിച്ച് നിർത്തി വേണ്ട സമയത്ത് വേണ്ടതെല്ലാം കണ്ണൻ നമുക്ക് തരും. അപ്പം എല്ലാവരും സ്നേഹത്തോടുകൂടി വിളിച്ചോളൂ കണ്ണനെ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ദിവസേന നിത്യവും ഉപാസിക്കുക. ഈ മന്ത്രം നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത്. ഈ കലികാലത്ത് ലഭിക്കുവാൻ പറ്റിയ ഒരു മന്ത്രം കൂടിയാണ് ഇത്. അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തി ഈ നാമത്രയ മന്ത്രം ജപിക്കുക. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.